നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്നത്തേത് ആഴ്ചഫലമാണ്. 2025 മെയ് 5 മുതൽ 11 വരെ സമ്പൂർണ്ണ നക്ഷത്രഫലം. മെയ് 5 മുതൽ 11 വരെ നീണ്ടു നിൽക്കുന്ന ഈ ആഴ്ചയിലെ ജ്യോതിഷപരമായി നിരവധി സവിശേഷതകൾ നിറഞ്ഞതാണ്. സൂര്യൻ മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് സംക്രമണം ചെയ്യുന്നു. ഇത് പ്രായോഗിക ചിന്തകളെയും സാമ്പത്തികപരമായ കാര്യങ്ങളെയും കൂടുതൽ ശ്രദ്ധിക്കാൻ വ്യക്തികളെ പ്രേരിപ്പിക്കും. ബുധൻ മെയ് 6 മിഥുനൻ രാശിയിൽ നേരിട്ടുള്ള ഗതിയിലേക്ക് മാറുന്നത് ആശയവിനിമയം നടത്തുന്ന യാത്രാ സംബന്ധമായ കാര്യങ്ങളിലും അതുപോലെ ഇതുവരെ ഉണ്ടായിരുന്ന കാലതാമസങ്ങളിലും ഒരു ആശ്വാസം ലഭിക്കും. ശുക്രൻ മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുന്നത് പ്രണയബന്ധങ്ങളിലും ആശയവിനിമയങ്ങളിലും സർഗാത്മക കാര്യങ്ങളിലും ഒരു ഉണർവ് നൽകും. അതേസമയം ചൊവ്വ കർക്കിടകൻ രാശിയിൽ സഞ്ചരിക്കുന്നത് ചില വൈകാരിക സംഘർഷങ്ങൾ ഉള്ളിലൊതുക്കിയ ദേഷ്യത്തിനും കാരണമാക്കാം. ടോറസിൻ്റെ ഇടവൻ രാശിയിലെ സഞ്ചാരം സാമ്പത്തികപരവും റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ വളർച്ചയ്ക്കും സഹായകമാകും. ശനി മീനൻ രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് വ്യക്തികളുടെ വൈകാരികവും ആത്മീയവുമായ അച്ചടക്കത്തെ പരിരക്ഷിക്കുന്നു. ഓരോ രാശിക്കാർക്കുമുള്ള ആഴ്ചഫലം വിശദമായി നോക്കാം. മേടൻ രാശിക്കാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒന്നാണ്. തുടക്കത്തിൽ വീട്ടിൽ മതപരമായ കാര്യങ്ങൾ നടക്കാനിടയുണ്ട്. ഇത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടാൻ സഹായിക്കും. ജോലി സ്ഥലത്ത് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കാം. ഇത് നിങ്ങളുടെ കാര്യങ്ങൾ എളുപ്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. കച്ചവടത്തിൽ നിന്ന് ലാഭങ്ങൾ നേടാൻ കഴിയും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തും. എന്നാൽ ആഴ്ചയുടെ മധ്യത്തിൽ ചില അപ്രതീക്ഷിത വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനിടയുണ്ട്. ഇത് നിങ്ങളുടെ മാനസികാവസ്ഥയെ തളർത്താനും സാധ്യതയുണ്ട്. വീട്ടിലെ പ്രായമായവരുടെ ആരോഗ്യം മോശമാകാനും ഇടയുണ്ട്. ഇത് നിങ്ങളെ വിഷമിപ്പിക്കും. ഭൂമി സംബന്ധമായ തർക്കങ്ങൾ കോടതിയിലെത്താനും സാധ്യത കാണുന്നുണ്ട്. അതിനാൽ ഈ വിഷയത്തിൽ ശ്രദ്ധയും കരുതലും ആവശ്യമാണ്. വീട്ടിലുള്ളവരുമായി ചില കാര്യങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകാം. ഇത് ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾക്ക് ഇടയാക്കും. പങ്കാളിത്തത്തോടെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ സമയം കൂടുതൽ ശ്രദ്ധയും വേണ്ടിവരും. അല്ലാത്ത പക്ഷം സാമ്പത്തിക നഷ്ടം വരാനും സാധ്യതയുണ്ട്. എന്നാൽ ഈ പ്രതികൂല സാഹചര്യങ്ങൾ നീണ്ടു നിൽക്കുന്നതല്ല. ആഴ്ചയുടെ അവസാനത്തോടെ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനും സാധിക്കും. അതുപോലെ ബിസിനസ്സിൽ തടസ്സപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും. പ്രണയബന്ധങ്ങൾ അത്ര നല്ലതായിരിക്കില്ല. ഇഷ്ടമുള്ള ആളുകളെ കാണാൻ തടസ്സങ്ങൾ വരാം. ഇത് നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കും. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുടെ വികാരങ്ങളെ മാനിക്കാൻ ശ്രമിക്കുക. ഈ ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. ചെറിയ അസ്വസ്ഥതകൾ പോലും അവഗണിക്കരുത്. ഇത് നിങ്ങൾക്ക് ശക്തമായ പ്രചോദനവും പ്രവർത്തനവും ലഭിക്കും. ഇത് ജോലിയിൽ പുരോഗതി കൈവരിക്കാൻ സഹായിക്കും. എന്നാൽ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കേണ്ടതുമാണ്. മധ്യവാരത്തിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ കൂടുതൽ ക്ഷമയോടെ പെരുമാറുക. ആരോഗ്യം, സാമ്പത്തികം എന്നിവ ഈ ആഴ്ച പൊതുവെ സ്ഥിരമായിരിക്കും. ജോലിയിലെ തടസ്സങ്ങൾ മെയ് 6 ശേഷം മാറാനും കഴിയും. ചൊവ്വയുടെ സ്വാധീനം മൂലം ജോലിയിൽ നിങ്ങൾക്ക് വൈകാരികമായി പ്രതികരിക്കാനും സാധ്യതയുണ്ട്. ശ്രദ്ധയും സംയമനവും പാലിക്കപ്പെടുക. പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ടൊരു സമ്പാദ്യ പദ്ധതി തുടങ്ങാൻ ഇത് നല്ല സമയമാണ്. ശുക്രൻ്റെ സ്വാധീനം മൂലം നിങ്ങൾക്ക് മറ്റുള്ളവരോട് ആകർഷണം വർദ്ധിക്കും. പ്രണയബന്ധങ്ങളിൽ കൂടുതൽ തുറന്നു സംസാരിക്കാൻ ശ്രമിക്കുക. ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യം ശ്രദ്ധിക്കുക. മെയ് 4 മുതൽ 10 വരെയുള്ള പ്രവചനം അനുസരിച്ച് മേടൻ രാശിക്കാർക്ക് ഈ ആഴ്ച ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിന് മുൻഗണന നൽകണം. ചന്ദ്രചിഹ്നം അനുസരിച്ച് രാഹു 12ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ സമയം സ്പോർട്സ് പോലെയുള്ള പ്രവചനാതീതമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഇടവൻ രാശിയിൽ കാർത്തികയുടെ അവസാനത്തെ 3 പാദങ്ങൾ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ. നിങ്ങൾക്ക് ഈ ആഴ്ച പൊതുവെ നല്ല ദിവസങ്ങളായിരിക്കും. ജോലിസ്ഥലത്ത് മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണ നിങ്ങൾക്കുണ്ടാകും. ഇത് നിങ്ങളുടെ ജോലി കാര്യക്ഷമമാക്കാനും സഹായിക്കുകയും ചെയ്യും. കുടുംബത്തിൽ ഒരാൾക്ക് വലിയ നേട്ടം ഉണ്ടാകുന്നത് മൂലം നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. ഇത് കുടുംബത്തിൽ ഐശ്വര്യവും നിറയ്ക്കും. അതുപോലെ സമൂഹത്തിൽ നിങ്ങളുടെ വില വർദ്ധിപ്പിക്കും. മറ്റുള്ളവരുടെ ബഹുമാനം നേടാൻ ഇത് ഉപകരിക്കും. മതപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. ഇത് മാനസിക സന്തോഷം നൽകുകയും ചെയ്യും. കോടതിയിലുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കാൻ സാധ്യതയുണ്ട്. ഇത് വലിയൊരു അളവിൽ നിങ്ങൾക്ക് ആശ്വാസം നൽകും. പുതിയ ബിസിനസ്സിൽ പണം നിക്ഷേപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലാഭവും ലഭിക്കും. ഇത് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കും. യാത്രകൾ നിങ്ങൾക്ക് സന്തോഷം നൽകും. ആഴ്ചയുടെ ആദ്യ പകുതിയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വിജയത്തിലെത്തും. കുടുംബപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഈ സമയം വളരെ നല്ലതാണ്. ചെറുപ്പക്കാർക്ക് വിനോദങ്ങളിൽ ഏർപ്പെടാൻ അവസരം ലഭിക്കും. ഇത് മാനസിക ഉല്ലാസത്തിന് സഹായിക്കും. സംഗീതത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും. ഭൂമി വാങ്ങാനോ പാരമ്പര്യ സ്വത്ത് ലഭിക്കാനോ നിങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. മാതാപിതാക്കളുടെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. സമൂഹത്തിൽ നിങ്ങൾക്ക് നല്ല പേരുണ്ടാകും. മത്സര പരീക്ഷകൾ തയ്യാറെടുക്കുന്നവർക്ക് സന്തോഷമാകുന്ന വാർത്തകളാണുള്ളത്. പ്രണയബന്ധങ്ങൾ ശക്തിപ്പെടും. ദാമ്പത്യ ജീവിതം സന്തോഷകരമാവും.
ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങൾ ഉണ്ടാകും. പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള നിങ്ങളുടെ കഴിവ് വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ നല്ല പുരോഗതി നൽകും. തൊഴിൽപരമായി നിങ്ങൾക്ക് വിജയത്തിൻ്റെയും സുപ്രധാന നേട്ടങ്ങളുടെ ആഴ്ചയാണ്. മേലുദ്യോഗസ്ഥരുമായി ക്ഷമയോടെയും സഹകരണത്തോടെയും ഇടപഴകുക. നിങ്ങളുടെ പങ്കാളിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക. ദീർഘകാല സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ശ്രദ്ധിക്കുക. ആരോഗ്യം പൊതുവെ സ്ഥിരമായിരിക്കും, എന്നാൽ സന്ധിവേദന ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ശ്രദ്ധ സുഖം, പണം, വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ എന്നിവയിലായിരിക്കണം. ചെറിയ കാര്യങ്ങളെക്കുറിച്ച് അധികം ചിന്തിക്കാതിരിക്കുക. നിങ്ങളുടെ സ്വന്തം സഹജാവബോധത്തിൽ വിശ്വസിക്കുക. ഇത് നിങ്ങൾക്ക് പുതിയ അവസരങ്ങളോ നേതൃസ്ഥാനമോ ലഭിക്കാനും ഇടയാക്കിത്തരും. സാമ്പത്തിക വളർച്ചയ്ക്കും സാധ്യതയുണ്ട്. എന്നാൽ മെയ് 9 ശേഷം അടുത്തുള്ള ദിവസങ്ങളിൽ ധൃതി പിടിച്ചുള്ള ചിലവുകൾ ഒഴിവാക്കേണ്ടതാണ്. ദീർഘകാല പദ്ധതികൾക്ക് ഇത് നല്ല സമയമാണ്. നിങ്ങളുടെ പ്രണയാഭ്യർത്ഥന ശക്തമായിരിക്കുകയും ചെയ്യും. മുൻ കാമുകൻ തിരികെ വരാൻ ചിലപ്പോൾ. നിങ്ങളുടെ ഊർജ്ജം മെച്ചപ്പെടും. എന്നാൽ ഭക്ഷണക്രമത്തിലും ആഡംബരത്തിലും അമിതമായി ഏർപ്പെടുന്നത് ഒഴിവാക്കുക. മെയ് 4 മുതൽ 10 വരെയുള്ള പ്രവചനം അനുസരിച്ച് ഇടവൻ രാശിക്കാർക്ക് ഈ ആഴ്ച നല്ല മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. മിഥുനൻ രാശിയിൽ മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദങ്ങൾ, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ 3 പാദങ്ങൾ. നിങ്ങൾക്ക് ഈ ആഴ്ച ആദ്യത്തെ പകുതിയേക്കാൾ നല്ലത് രണ്ടാമത്തെ പകുതിയായിരിക്കും. ആഴ്ചയുടെ തുടക്കത്തിൽ കൂടുതൽ ജോലിഭാരം ഉണ്ടാകാനാണ് സാധ്യത. ഇത് നിങ്ങളെ അലസരാക്കാൻ ഇടയുണ്ട്. ശത്രുക്കൾ നിങ്ങളുടെ ജോലിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാനും ശ്രമിക്കും. അതിനാൽ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇത് നിങ്ങളുടെ സമയം ലാഭിക്കാനും സഹായിക്കും. ആഴ്ചയുടെ മധ്യത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യാത്രകൾ ചെയ്യേണ്ടി വരും. യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങളുടെ സാധനങ്ങളും സൂക്ഷിക്കുക. ആഴ്ചയുടെ 2ാം പകുതിയിൽ ഒപ്പമുള്ള വ്യക്തിയുടെ സഹായത്തോടെ തടസ്സങ്ങൾപ്പെട്ട ജോലികൾ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സാമൂഹികപരമായ കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിക്കാനും ഇടയുണ്ട്. സുഹൃത്തുക്കളുമായി നിങ്ങൾക്ക് യാത്ര പോകാനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തീർത്ഥയാത്രകൾ നടത്താനും ഇടയുണ്ട്. ദാനധർമ്മം ചെയ്യാനുള്ള ഒരു പ്രവണത നിങ്ങൾ കാണിക്കണം. കച്ചവടത്തിൽ നിങ്ങൾക്ക് ലാഭം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പ്രണയബന്ധങ്ങൾ ശക്തിപ്പെടും. ഈ ആഴ്ച സ്വയം പരിചരണത്തിന് നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടതുമാണ്. നിങ്ങളുടെ തിരക്കിട്ട ജീവിതത്തിൽ നിന്ന് ഒരല്പം മാറി വിശ്രമിക്കുക. വീട്ടിൽ ശാന്തമായൊരു സായാഹ്നം ചെലവാക്കുകയോ ചെറിയ യാത്രകൾ പോവുകയോ ചെയ്യുക. മെച്ചപ്പെട്ട ഊർജ്ജവും കാഴ്ചപ്പാടും മറ്റുള്ളവരെ നല്ല രീതിയിൽ സ്വാധീനിക്കും. ജോലിയിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും. സഹപ്രവർത്തകരുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും ഇടയുണ്ട്. ജോലിസ്ഥലത്തെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കും. പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിൽ പോകുന്നത് പ്രണയബന്ധങ്ങൾക്ക് മാന്ത്രിക സ്പർശം നൽകും. അപ്രതീക്ഷിതമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും ഇടയുണ്ട്. അതിനാൽ കൂടുതൽ ശ്രദ്ധിച്ചു വേണം പണം കൈകാര്യം ചെയ്യേണ്ടത്. ധ്യാനം പോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഈ ആഴ്ച ആശയവിനിമയത്തിന് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. മീറ്റിങ്ങുകളോ സാമൂഹികപരമായ ഒത്തുചേരലുകളോ സർഗാത്മക കാര്യങ്ങളിലോ നിങ്ങൾക്ക് ശോഭിക്കാനും കഴിയും. ഒരു ചെറിയ യാത്രയോ അപ്രതീക്ഷിതമായ വാർത്തകളോ പുതിയ ഉണർവ് നൽകിയേക്കും. കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും ആവശ്യമാണ്. നിങ്ങളുടെ ഉറക്കത്തിന് പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ബുധൻ നേരിട്ടുള്ള ഗതിയിലേക്ക് മാറുന്നത് ആശയവിനിമയ തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. നിങ്ങളുടെ ആശയങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ടാകും. നിങ്ങളുടെ അവതരണ ശേഷി വർദ്ധിക്കും. നിങ്ങൾക്ക് കുടിശ്ശിക ലഭിക്കാനുള്ള കാശ് കിട്ടാൻ സാധ്യത കാണുന്നു. എന്നാൽ മെയ് പകുതി വരെ ആർക്കും പണം കടം കൊടുക്കാതിരിക്കുക. ശുക്രൻ്റെ സ്വാധീനം മൂലം നിങ്ങൾക്ക് ആകർഷണീയതയും പ്രണയഭാവവും ഉണ്ടാകും. ഇത് ഡേറ്റിങ്ങിന് നല്ല സമയമാണ്. ദമ്പതികൾ തമ്മിൽ കൂടുതൽ സന്തോഷവും കളിയും ചിരിയും ഉണ്ടാകും. ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യത്തെ ഓർത്ത് കൂടുതൽ ശ്രദ്ധിക്കുക. കർക്കിടകൻ രാശിയിൽ പുണർദത്തിൻ്റെ അവസാനത്തെ പാദം, പൂയം, ആയില്യം എന്നീ നാളുകാർക്കാണ്. ഈ രാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ സമ്മിശ്ര ഫലങ്ങൾ ഉള്ളതായിട്ടാണ് കാണുന്നത്. അടുത്തുള്ള ഒരാളിൽ നിന്ന് നിങ്ങൾക്ക് സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിധിവരെ ആശ്വാസം നൽകും. നിങ്ങളുടെ ജോലിയിൽ ചില തടസ്സങ്ങൾ വരാനും ഇടയുണ്ട്. ഇത് നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കും. ഈ സമയം നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കേണ്ടതാണ്. ആരുമായി വഴക്കിടാൻ പോകരുത്. എന്നാൽ അധികം നാൾ നീണ്ടു നിൽക്കുന്നതായിരിക്കത്തില്ല വഴക്ക്. ആഴ്ചയുടെ മധ്യത്തോടെ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സാധിക്കും. മറ്റുള്ളവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാനും സാധിക്കും. കച്ചവടത്തിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുകയും അത് വികസിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കും. ആഴ്ചയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് മതപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ അവസരവും ലഭിക്കും. പ്രണയബന്ധങ്ങൾ അത്ര നല്ലതായിരിക്കില്ല. നിങ്ങളുടെ ദേഷ്യം കാരണം പ്രിയപ്പെട്ടവരുമായി വഴക്കിടാൻ ഇടയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കും. ഈ ആഴ്ചയിൽ കാര്യങ്ങൾ യാദൃച്ഛികമായി സംഭവിക്കും. പുതിയ അവസരങ്ങൾ വരും. എല്ലാത്തിനും പെട്ടെന്ന് പ്രതികരിക്കാനുള്ള നിങ്ങളുടെ കഴിവ് വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യും.
ഒരു യാത്ര പോകാൻ സാധ്യതയും കാണുന്നുണ്ട്. ജോലിയിൽ അപ്രതീക്ഷിത കാര്യങ്ങളൊക്കെ സംഭവിക്കും. നിങ്ങളുടെ പങ്കാളിയുമായി നല്ല ബന്ധം പുലർത്തുക. പുതിയ സാമ്പത്തിക സാധ്യതകൾ തുറന്നു വരുന്നതും ശാരീരികമായി വ്യായാമം ചെയ്യുന്നതും ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നതും നിങ്ങൾക്ക് നല്ലതാണ്. ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങൾ കൂടുതൽ വൈകാരികമായി അനുഭവപ്പെടും. വ്യക്തിപരമായി എല്ലാ കാര്യങ്ങളും എടുക്കാതിരിക്കുക. മധ്യവാരത്തോടെ നിങ്ങളുടെ ശാന്തത കൈവരും. കുടുംബപരമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. മെയ് 4 മുതൽ 10 വരെയുള്ള പ്രവചനം അനുസരിച്ച് കർക്കിടകം രാശിക്കാർക്ക് നല്ല ആരോഗ്യം പ്രതീക്ഷിക്കാം. ചിങ്ങക്കൂറിൽ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം. നിങ്ങൾക്ക് ഈ ആഴ്ച പൊതുവെ നല്ലതായിരിക്കും. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും കാര്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയില്ല. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ കൃത്യസമയത്ത് നടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുകയും ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം തോന്നും. ഈ ആഴ്ചയിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും ഭാഗ്യത്തിൻ്റെയും പിന്തുണ ഉണ്ടാകും. സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കുന്നവർക്ക് അത് ലഭിക്കാനും ഇടയുണ്ട്. കച്ചവടക്കാർക്ക് നല്ല ലാഭം ഉണ്ടാകുന്ന ദിവസങ്ങളാണ്. വീട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും. യാത്രകൾ പോകാനും ഇടയുണ്ട്. അത് നിങ്ങൾക്ക് സന്തോഷം നൽകുകയും ചെയ്യും. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും. ഈ സമയം നിങ്ങൾ മറ്റുള്ളവരെ കളിയാക്കാതിരിക്കാൻ ശ്രമിക്കുക. പ്രണയബന്ധങ്ങളൊക്കെ ശക്തിപ്പെടും. വീട്ടുകാർ നിങ്ങളുടെ ബന്ധം അംഗീകരിക്കാനും ഇട കാണുന്നുണ്ട്. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. ഈ ആഴ്ചയിൽ കൂടുതൽ ആത്മവിശ്വാസവും നേതൃത്വ ഗുണവും അനുഭവപ്പെടും. മറ്റുള്ളവരെ കാഴ്ചപ്പാടുകൾക്കും ഈ സമയം നിങ്ങൾ ചെവി കൊടുക്കാതിരിക്കുക. വാരാന്ത്യത്തിൽ പ്രണയബന്ധങ്ങൾ സന്തോഷം പ്രതീക്ഷിക്കാം. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കാനും ഇടയുണ്ട്. നിങ്ങളുടെ ഊർജം ഈ ആഴ്ച വളരെ മികച്ചതായിരിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കാനും ഇത് നല്ല സമയമാണ്. കന്നിരാശിയിൽ ഉത്രത്തിൻ്റെ അവസാനത്തെ 3 പാദങ്ങൾ, അത്തം, ചിത്രയുടെ ആദ്യ 2 പാദങ്ങൾ. നിങ്ങൾക്കും ഈ ആഴ്ച വളരെ നല്ല ദിവസങ്ങളായിരിക്കും. ജോലിസ്ഥലത്ത് സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച് സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഈ ആഴ്ച വളരെ നല്ലതായിരിക്കും. കോടതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വിജയമുണ്ടാകും. ശത്രുക്കൾ ഉണ്ടാവുമെങ്കിലും അവരെ കൊണ്ട് നിങ്ങൾക്ക് ദോഷമൊന്നും ഉണ്ടാകില്ല. ജോലിസ്ഥലത്ത് എല്ലാവരുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക. പണമിടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. വീട്ടിലെ കാര്യങ്ങൾക്കായി കൂടുതൽ പണം ചെലവഴിക്കാനും ഇട കാണുന്നുണ്ട്. പ്രണയബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അതുപോലെ സന്തോഷം കണ്ടെത്താൻ നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. ആരോഗ്യം പൊതുവെ നല്ലതായിരിക്കും. ഈ ആഴ്ചയിൽ കൂടുതൽ ശ്രദ്ധയും ഉൽപ്പാദനക്ഷമതയും ഉള്ളവരായിരിക്കും നിങ്ങൾ ചെയ്തു തീർക്കാൻ വെച്ചിട്ടുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇത് നല്ല സമയമാണ്. തുലാൻ രാശിയിൽ ചിത്തിരയുടെ അവസാനത്തെ 2 പാദങ്ങൾ, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ. തുലാൻ രാശിക്കാർക്ക് ഈ ആഴ്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു നല്ല സമയമായിരിക്കും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരമൊക്കെ ലഭിക്കും. അതുപോലെ സഹപ്രവർത്തകരുടെ പിന്തുണയുണ്ടാകും. ഗവേഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ്. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. അതുപോലെ കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും നിങ്ങൾക്ക് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച വളരെ നല്ലതാണ്. സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാനൊക്കെ സാധിക്കും. ജോലിസ്ഥലത്ത് ശത്രുക്കൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക. വീട്ടിൽ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മാതാപിതാക്കളുടെ സഹായം തേടേണ്ടതാണ്. പ്രണയം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഇഷ്ടമുള്ള വ്യക്തിയോട് ഇഷ്ടം തുറന്നു പറയാൻ ഇത് നല്ല സമയവുമാണ്. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. ഈ ആഴ്ച നിങ്ങൾക്ക് മനസമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്ന പോലെ നേടാൻ പറ്റും. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ സമാധാനം നിലനിർത്താനും നാടകീയമായ സാഹചര്യങ്ങൾ ഒഴിവാക്കാനും ശ്രമിക്കുക. മധ്യവാരത്തിൽ ഒരു സാമൂഹിക ഒത്തുചേരലിനോ സുഹൃത്തുക്കളുമായി വീണ്ടും ബന്ധപ്പെടുന്നതിനോ സാധ്യതയും കാണുന്നുണ്ട്. സംഗീതം, കല അല്ലെങ്കിൽ മനോഹരമായ കാര്യങ്ങൾ ആസ്വദിക്കാൻ സമയം കണ്ടെത്തുക. നിങ്ങളുടെ സ്വാധീനം ഈ ആഴ്ച ശക്തമായിരിക്കും. നിങ്ങളുടെ പദ്ധതികൾ ഈ ആഴ്ച വിജയിക്കുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുകയും ചെയ്യും. സാമ്പത്തിക കാര്യങ്ങൾ ഈ ആഴ്ച സ്ഥിരമായിരിക്കുകയും ചെയ്യും. ശനിയാഴ്ചയിൽ സാമ്പത്തിക നേട്ടങ്ങൾ കുറയും. വാഹന ഉപയോഗത്തിൽ ശ്രദ്ധയും വേണ്ടിവരും. വൃശ്ചികം നോക്കുമ്പോൾ വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാർക്കാണ്. നിങ്ങൾക്ക് ഈ ആഴ്ച ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതാകാനാണ് സാധ്യത. എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെയാണ് ചെയ്യേണ്ടത്. ധൃതി പിടിച്ച് ഒരു കാര്യവും ചെയ്യാതിരിക്കുക. ജോലിസ്ഥലത്ത് മറ്റുള്ളവരുമായി നല്ല രീതിയിൽ ഇടപഴകാനും ശ്രമിക്കണം. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് പരാജയമൊക്കെ സംഭവിക്കും. ഇത് നിങ്ങളുടെ സന്തോഷമില്ലാതാക്കും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശത്രുക്കളിൽ നിന്ന് സൂക്ഷിക്കുക. കുടുംബത്തോടൊപ്പം യാത്ര പോകാനൊക്കെ ഇടയുണ്ട്. യാത്ര സന്തോഷം നൽകുന്നതായിരിക്കും. കൂടാതെ സഹോദരങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാൻ പണം ചെലവഴിക്കാനാകും. പ്രിയപ്പെട്ടവരുമായി തർക്കങ്ങൾ ഉണ്ടാവാം. അത് പരിഹരിക്കാനും ശ്രമിക്കേണ്ടതാണ്. ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഈ ആഴ്ച നിങ്ങൾക്ക് ഉൾക്കാഴ്ചയും ആഴത്തിലുള്ള ചിന്തകളൊക്കെ ഉണ്ടാകാനിടയുണ്ട്.
നിങ്ങളുടെ വികാരങ്ങൾ ഉള്ളിലൊതുക്കാതിരിക്കാൻ ശ്രമിക്കുക. സംസാരിക്കുന്നത് സഹായകമാകുകയും ചെയ്യും. സാവധാനത്തിലുള്ള പുരോഗതിയിൽ വിശ്വസിക്കുക. വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. ഈ ആഴ്ച നിങ്ങളുടെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും അത്യാവശ്യവുമാണ്. ധനുരാശിക്കാരിൽ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം എന്നിവർക്കുള്ളതാണ്. ഈ ആഴ്ച നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരിക്കും. കൂടുതൽ ഉത്തരവാദിത്തങ്ങളുണ്ടാകും. അതിനുവേണ്ടി കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടിയും വരും. സുഹൃത്തുക്കളുടെയും കുടുംബത്തിൻ്റെയും പിന്തുണയൊക്കെ ഉണ്ടാകുമെങ്കിലും നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് ചിലവഴിക്കാനായിട്ട് ശ്രമിക്കേണ്ടതുമാണ്. അല്ലെങ്കിൽ കടം വാങ്ങേണ്ടി വരും. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ ബഹുമാനത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക. ഏതെങ്കിലും രേഖകളിൽ ഒപ്പിടുന്നതിന് മുമ്പ് ശരിയായി വായിച്ച് മനസ്സിലാക്കുക. ആഴ്ചയുടെ അവസാനത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടെ ചെയ്യുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് യാത്രകൾ പോകാൻ സാധ്യത കാണുന്നുണ്ട്. യാത്രയിൽ നിങ്ങൾ നല്ല വ്യക്തികളുമായി പരിചയപ്പെടാൻ സാധിക്കും. പ്രണയബന്ധങ്ങൾ സാധാരണ രീതിയിൽ മുന്നോട്ട് പോകും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുകയും ചെയ്യും. ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് സാഹസികമായ കാര്യങ്ങൾ ചെയ്യാനും മാറ്റങ്ങൾ വരുത്താനും ചില താല്പര്യങ്ങളും ഉണ്ടാകും. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും യാത്രകൾ പ്ലാൻ ചെയ്യാനും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇത് നല്ല സമയവുമാണ്. നിങ്ങളുടെ ചെലവ് നിയന്ത്രിക്കേണ്ടതാണ്. ചൊവ്വാഴ്ച മുതൽ കാര്യങ്ങൾ മെച്ചപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുകയും സാമ്പത്തിക നേട്ടങ്ങൾ തിരികെ വരികയും ചെയ്യും. നിങ്ങളുടെ ശ്രമങ്ങൾക്ക് പിന്തുണ ലഭിക്കും. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഭാഗ്യവും നല്ല വാർത്തകളും ലഭിക്കും. പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ പൂർത്തിയാക്കാൻ സാധിക്കും. രാഷ്ട്രീയ, വൈദ്യശാസ്ത്ര, എഞ്ചിനീയറിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കരിയറിൽ വളർച്ചയുണ്ടാകാനും ഇടയുണ്ട്. ശനിയാഴ്ച നിങ്ങൾക്ക് ധൈര്യവും സഹോദരങ്ങളുടെ പിന്തുണയും ലഭിക്കും. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ മെർക്കുറിയുടെ സ്വാധീനം നിങ്ങളുടെ അറിവിനായുള്ള ദാഹം വർദ്ധിപ്പിക്കുകയും ചെയ്യും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കാനും അവസരങ്ങൾ ഉപയോഗിക്കുക. ഊഹക്കച്ചവടങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. വളർച്ചയ്ക്ക് പ്രചോദനം നൽകുന്ന ബന്ധങ്ങൾ വളർത്തുക. ആരോഗ്യത്തിനായി വ്യായാമവും മറ്റ് ശാരീരിക പ്രവർത്തനങ്ങളും ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റേണ്ടതാണ്. മകരം രാശിയിൽ ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദങ്ങൾ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ. നിങ്ങൾക്ക് ഈ ആഴ്ച ദൈവാനുഗ്രഹം ഉണ്ടാകും. കുടുംബത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. കുട്ടികൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് മൂലം നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. അതുപോലെ സമൂഹത്തിൽ നിങ്ങളുടെ വില വർദ്ധിക്കും. നിങ്ങൾ ഒരുപാട് നാളായി ആഗ്രഹിക്കുന്ന ഭൂമി വാങ്ങാനും വിൽക്കാനും സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് അതിലൂടെ ലാഭം കിട്ടാനും സാധ്യതയുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് ഈ ആഴ്ച നല്ലതാണ്. സുഹൃത്തുക്കളുടെ സഹായത്തോടെ പുതിയ ജോലി ലഭിക്കാനും ഇടയുണ്ട്. ജോലി സ്ഥലത്ത് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക. വലിയ തീരുമാനങ്ങൾ ധൃതി കാണിച്ചെടുക്കരുത്. യാത്രകൾ നിങ്ങൾക്ക് സന്തോഷം നൽകുന്നതായിരിക്കും. മാതാപിതാക്കളുടെ പിന്തുണ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകും. പ്രണയബന്ധങ്ങളിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും ഈ ആഴ്ച. പരിശ്രമങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. ജോലിസ്ഥലത്തോ സ്കൂളിലോ നിങ്ങളുടെ അച്ചടക്കം മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യും. നിങ്ങൾക്ക് സാമ്പത്തികപരമായ പ്രതിഫലമോ അംഗീകാരമോ ലഭിക്കാനിടയുണ്ട്. വാരാന്ത്യത്തിൽ കുടുംബപരമായ കാര്യങ്ങൾ മെച്ചപ്പെടും. വിശ്രമിക്കാൻ സമയം കണ്ടെത്തേണ്ടതാണ്. നിങ്ങളുടെ കഴിവുകൾ ഈ ആഴ്ച അംഗീകരിക്കപ്പെടുകയും ചെയ്യും. ജോലിയിൽ പുതിയ വിജയങ്ങൾ കൈവരിക്കാനുമാകും. നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും. നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ തിരിച്ചറിയുകയും ചെയ്യും. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ ജോലിഭാരം ഉണ്ടാകുമെങ്കിലും നിങ്ങളുടെ പിതാവിൽ നിന്ന് പിന്തുണ ലഭിക്കും. നിങ്ങളുടെ തിരക്കിട്ട ഷെഡ്യൂൾ കാരണം കുടുംബാംഗങ്ങൾക്ക് നിങ്ങളോടുള്ള താല്പര്യം കുറഞ്ഞതായി തോന്നിയേക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ ആഴ്ച സ്ഥിരമായിരിക്കും നിങ്ങൾക്ക്. കുംഭൻ രാശിയിൽ അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദങ്ങൾ, ചതയം, പൂവിട്ടാതിയുടെ ആദ്യത്തെ 3 പാദങ്ങൾ. നിങ്ങൾ ഈ ആഴ്ച സംസാരത്തിലും പെരുമാറ്റത്തിലും നിയന്ത്രണം വയ്ക്കേണ്ടതാണ്. വീട്ടിലും പുറത്തും തർക്കങ്ങൾ ഒഴിവാക്കണം. ആഴ്ചയുടെ തുടക്കത്തിൽ ദേഷ്യം നിയന്ത്രിക്കണം. പങ്കാളിത്തത്തോടെ ബിസിനസ് ചെയ്യുന്നവർ സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും. മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കാതിരിക്കുക. ജോലി സ്ഥലത്ത് എല്ലാവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കേണ്ടതുമാണ്. ജോലിയുമായി ബന്ധപ്പെട്ട യാത്രകൾ പോകാനിടയുണ്ട്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും. ചെറിയ അസുഖങ്ങൾ പോലും അവഗണിക്കരുത്. വാഹനങ്ങൾ ശ്രദ്ധയോടെ ഓടിക്കുക. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച നല്ലതാണ്. സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരുമായി ഒത്തുചേരാൻ അവസരം ലഭിക്കും. പ്രണയബന്ധങ്ങൾ ശക്തിപ്പെടും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. ഈ ആഴ്ച നിങ്ങൾക്ക് പുതിയ ആശയങ്ങൾ എളുപ്പത്തിൽ ലഭിക്കും. സർഗാത്മകവും സാങ്കേതികവുമായ ജോലികളിൽ ഗ്രൂപ്പുകളിൽ ചെയ്യുന്നത് നന്നായിരിക്കും. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും നിങ്ങളുടെ ഭാഗ്യം ശക്തിപ്പെടും. ജോലിയിൽ നിങ്ങൾക്ക് വിജയം നേടാനും വരുമാനം വർദ്ധിക്കാനും സാധിക്കും. നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ അംഗീകരിക്കും. ശനിയാഴ്ച നിങ്ങൾക്ക് സന്തോഷവും സഹകരണവും ലഭിക്കുകയും ചെയ്യും. മീനൻ രാശിയിൽ പൂരിട്ടാതിയുടെ അവസാനത്തെ പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നാളുകാർക്കാണ്. നിങ്ങൾക്ക് ഈ ആഴ്ച വളരെ നല്ലതായിരിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട യാത്രകൾ പോകാനിടയുണ്ട്. കുടുംബാംഗങ്ങളുമായി ഒരുമിച്ചൊരു വലിയ തീരുമാനമെടുക്കാനും സാധ്യതയുണ്ട്. വീട്ടിലുള്ളവരുടെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്കുണ്ടാകും.
എല്ലാവരും നിങ്ങളുടെ തീരുമാനത്തെ അഭിനന്ദിക്കുകയും ചെയ്യും. ബന്ധുക്കളുടെ വികാരങ്ങളെ മാനിക്കാൻ ശ്രമിക്കുക. പുതിയ ജോലി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സഹായം ലഭിക്കാനും ഇടയുണ്ട്. കച്ചവടം ചെയ്യുന്നവർക്ക് ലാഭം കിട്ടും. അതുപോലെ ഭൂമി വാങ്ങാനും വിൽക്കാനും സാധിക്കും. ചെറുപ്പക്കാർക്ക് സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായിരിക്കും. സുഹൃത്തുക്കളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും സാധിക്കും. സമൂഹത്തിൽ നിങ്ങൾക്ക് നല്ല പേരുണ്ടാകും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സ്ഥാനമാനങ്ങൾ ലഭിക്കാനിടയുണ്ട്. ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ വരുമാനം ലഭിക്കാനിടയുണ്ട്. പ്രണയബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും. അതുപോലെ പ്രിയപ്പെട്ടവരുമായി സന്തോഷം കണ്ടെത്താൻ സാധിക്കും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. ഈ ആഴ്ച നിങ്ങൾക്ക് സ്വപ്നതുല്യവും വൈകാരികവുമായ അനുഭവങ്ങളായിരിക്കും. എന്നാൽ ഇത് സൗഖ്യദായകവുമാണ്. നിങ്ങളുടെ സഹജാവബോധത്തിൽ വിശ്വസിക്കുക. നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുമാണ്. ഒരു നല്ല ശ്രോതാവാകുന്നതിലൂടെ നിങ്ങൾക്ക് മറ്റൊരാളെ സഹായിക്കാനും സാധിക്കും. ആഴ്ചയുടെ അവസാനം ശാന്തമായ കാര്യങ്ങളോടെ അവസാനിപ്പിക്കുക. ഈ ആഴ്ചയുടെ തുടക്കം നിങ്ങൾക്ക് സന്തോഷവും പോസിറ്റിവിറ്റിയും നൽകും. നിങ്ങൾക്ക് ജോലികൾ പൂർത്തിയാക്കാനും തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്യും. പുതിയ അവസരങ്ങൾ ഉയർന്നു വരും. എന്നാൽ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ശ്രദ്ധിക്കുക. രഹസ്യ വിവരങ്ങൾ പുറത്തു വരാനും സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയും കാണുന്നുണ്ട്. വ്യാഴാഴ്ച മുതൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ വീണ്ടെടുക്കാനാകും. നിങ്ങളുടെ പദ്ധതികൾ ഫലം കാണും. ശനിയാഴ്ച നിങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകുമെങ്കിലും വൈകുന്നേരത്തോടെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതിൽ ആശ്വാസം നൽകുകയും ചെയ്യും. ഈ ആഴ്ച സൂര്യൻ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നത് പ്രായോഗിക ചിന്തകളെയും സാമ്പത്തികപരമായ കാര്യങ്ങളെയും കൂടുതൽ ശ്രദ്ധിക്കാൻ വ്യക്തികളെ പ്രേരിപ്പിക്കും. ഭൂമി, സ്വത്ത് എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധയും സ്ഥിരതയും ഈ സമയം നൽകും. ഈ ആഴ്ചയിലെ പ്രവചനങ്ങൾ ഓരോ രാശിക്കാർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നൽകുന്നത്. നിങ്ങളുടെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഇതിൽ ചില മാറ്റങ്ങളൊക്കെ വരാം.